ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടല്ല കേട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് നമുക്ക് യൂസ്ഫുള്ളായ കുറച്ച് കിച്ചൺ ടിപ്സ് ആയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അതായത് നമ്മൾ പച്ചക്കറിയൊക്കെ വേവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പച്ചക്കറിയൊക്കെ പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് പച്ചക്കറിയുടെ കളറ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ അളവിലുള്ള പച്ചക്കറിക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിക്കുക, പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പച്ചക്കറിയുടെ കളറൊന്നും നമുക്ക് അധികം മാറി കിട്ടില്ല. അതേപോലെ തന്നെ പച്ചക്കറി വേവിക്കുന്ന സമയത്ത് നമ്മൾ മൂടി വെച്ച് വേവിക്കുകയും കൂടി ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ പച്ചമുളകൊക്കെ വാങ്ങുമ്പോൾ പച്ചമുളക് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കുകയാണെങ്കിൽ കൂടി പെട്ടെന്ന് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാനിപ്പോൾ പറയുന്നത്. അതായത് പച്ചമുളക് നമ്മൾ ഇതേപോലെ വാങ്ങിക്കൊണ്ടുവന്ന ഉടനെ തന്നെ ഇതേപോലെ പച്ചമുളകിൻ്റെ ഞെട്ടി ഫുള്ള് എടുത്ത് മാറ്റുക. അതിനുശേഷം നമ്മൾ വായു കടക്കാത്ത ഒരു കണ്ടെയ്നറിൽ വെച്ചിട്ട് നമ്മൾ അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മളുടെ പച്ചമുളക് കേടുകൂടാതിരിക്കും. അപ്പോൾ ഞെട്ടി എടുത്ത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. ഞെട്ടിയോട് കൂടിയിട്ട് എയർടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചാലും ഇത് വേഗം കേടുവരും. അപ്പോൾ ഞെട്ടി എടുത്ത് മാറ്റിയിട്ട് വെക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ ഇതേപോലെ പച്ചമുളക് നമുക്ക് കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റും. ഇനി ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമ്മൾ ചന മസാല കറി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കറിക്ക് സ്വാദും അതേപോലെ തന്നെ കളറും കൂട്ടാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ പറയുന്നത്. നമ്മൾ ഇതുപോലെ കടല ഒരു പാത്രത്തിൽ ഇട്ടതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ കഴുകി നമ്മളിതിൻ്റെ വെള്ളം കളയുക. 1-2 വട്ടം നമ്മൾ കഴുകിയെടുക്കുക. അതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കഴുകി വെള്ളം കളയുന്നത് നമ്മൾ ഇനി തലേന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം ഈ വെള്ളത്തോട് കൂടി തന്നെ നമ്മൾ കറി വെച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് കഴുകി വെള്ളം കളയുന്നത്. അതിനുശേഷം നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഒരു ടീ ബാഗ് ഇട്ട് വയ്ക്കാം. ഇങ്ങനെ ടീ ബാഗ് നമ്മൾ ഈ വെള്ളത്തിൽ മുങ്ങുന്ന വിധത്തിൽ ഇട്ടിട്ട് നമ്മൾ ഇത് മൂടി വയ്ക്കുക. എന്നിട്ട് അതിനുശേഷം നമ്മൾ പിറ്റേ ദിവസമോ അല്ലെങ്കിൽ നമ്മൾ 5-6 മണിക്കൂറിന് ശേഷമോ നമ്മൾ ഈ ടീ ബാഗ് എടുത്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ കറിക്ക് സ്വാദും അതേപോലെ തന്നെ നല്ല കളറും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് ടീ ബാഗ് കൊണ്ടുള്ള ഒരു ടിപ്പ്. ഇനി അടുത്തത് നമുക്ക് ഓറഞ്ചിൻ്റെ ഒരു ഉപയോഗമാണ്. അതായത് ഓറഞ്ച് തൊലി കൊണ്ടുള്ള ഒരു ഉപയോഗമാണ് ഞാനിവിടെ പറയുന്നത്. നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ്, ഓറഞ്ച് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓറഞ്ച് തൊലി ഉടനെ തന്നെ കളയും. പക്ഷേ ഈ ഓറഞ്ച് തൊലി നല്ലൊരു ഫേസ് മാസ്കാണ്. നമ്മൾ ഓറഞ്ചിൻ്റെ ഈ തൊലി നമ്മൾ ഓറഞ്ച് കഴിച്ചതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിൽ മാറ്റി വയ്ക്കുക. അതിന് ശേഷം നമ്മൾ ഇത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കുക. നല്ല വെയിലുള്ളൊക്കെ ഒരു ഏരിയയൊക്കെ ആണെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ ഇത് നല്ലപോലെ ഉണങ്ങി കിട്ടും. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊക്കെ ആവശ്യം വരികയാണ്, വെയിലത്ത് വെച്ച് ഉണക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇത് ഓവനിൽ വെച്ചിട്ട് നല്ല ഡ്രൈ ആക്കി എടുക്കുക. അതിനുശേഷം ഇതൊരു ഗ്രൈൻഡറിലിട്ടിട്ട് മിക്സിയുടെ ചെറിയ ഗ്രൈൻഡറിലിട്ടിട്ട് പൊടിച്ച് ഒരു ബോട്ടിലാക്കി സൂക്ഷിക്കുക. അതിനുശേഷം നമുക്ക് ആഴ്ചയിൽ 1-2 തവണ നമുക്ക് ഇതിൽ കൂടെ കുറച്ച് തേനും കൂടി ചേർത്തതിന് ശേഷം മുഖത്ത് നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് കഴുകി കളയാം. അപ്പം ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് പോലുള്ളതൊക്കെ പോകാനായിട്ട് വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് ചായല നമ്മൾ ചായ ഉണ്ടാക്കുന്ന സമയത്ത് ചായല ഒന്ന് ചൂടാക്കി എടുക്കുക. ഒന്നില്ലെങ്കിൽ ഹോട്ട് ഓവനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരു പാനിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചായക്ക് ടേസ്റ്റ് കൂടും. ഇനി അടുത്തത് സബോള ഉണ്ടാക്കുമ്പോൾ നമ്മളെല്ലാവരും കരയും, കണ്ണിൽ നിന്ന് വെള്ളം വരില്ലേ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സബോള തൊലി കളഞ്ഞതിന് ശേഷം സബോള 2 കഷ്ണമാക്കിയിട്ട് മുറിക്കുക. അതിനുശേഷം നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം നമ്മൾ ഈ സബോള വെള്ളത്തിലിട്ട് വെക്കാം. അങ്ങനെ ഒരു 10-15 മിനിറ്റ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞതിന് ശേഷം സബോള നമ്മൾ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരില്ല. അപ്പോൾ കുറേ സബോളയൊക്കെ മുറിക്കുന്ന സമയത്ത് ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇന്നത്തെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.